വിപ്രാസ് വിദ്യയുടെ ഈ എഡിഷനിലേക്ക് സ്വാഗതം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇപ്പോൾ ഡയറി ഫാം ഇൻസ്ട്രക്ടർ തസ്തികയിലേക്കുള്ള നിയമനത്തിന് വേണ്ടി അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. ഡയറി ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലാണ് ഈ ഡയറി ഫാം ഇൻസ്ട്രക്ടർ തസ്തിക ഇപ്പോൾ വിളിച്ചിരിക്കുന്നു. ഈ തസ്തികയിലേക്ക് അപേക്ഷയുള്ള യോഗ്യതയും അതുപോലെ തന്നെ ഇതിലെ സിലബസ്, ആ സിലബസിൽ തന്നെ എന്താണ് പ്രാഥമികമായി നാം അറിഞ്ഞിരിക്കേണ്ടത്, ഇതിന്റെ സിലബസിനെ കുറിച്ച്. അപ്പൊ ഈ മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കാൻഡിഡേറ്റ്സിൽ അവർ ഡയറി സയൻസുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളൊരു അവലോകനമാണ് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ നടത്തുന്നത്. നമുക്ക് എന്താണ് സിലബസ് എന്ന് നോക്കാം. ഇതില് ഈ പരീക്ഷയ്ക്ക് ഏറ്റവും അവസാനം 2020 നടന്ന PSC ടെസ്റ്റില് ചോദിച്ചിരുന്ന ചോദ്യങ്ങൾ ഈ കാണുന്ന സിലബസിന്റെ അടിസ്ഥാനത്തിലുള്ളതായി. ഇതിലെ 7 വിഷയങ്ങളാണ് പരീക്ഷയ്ക്ക് ഉള്ളത്. പാർട്ട് 1 മുതൽ 7 വരെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ്, ഡയറി സയൻസ്, ജനറൽ ഇംഗ്ലീഷ്, ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് സൈബർ ലോസ്. ഇത്രയുമാണ് ഇതിലെ സിലബസ്. ഈ സിലബസ് ആണ് നമ്മൾ ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ പഠിച്ചിരിക്കേണ്ടത്. ഇതില് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് എന്നിവ +2 തലത്തിൽ ഉള്ള കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 5ാമത്തെ പറഞ്ഞിരിക്കുന്ന ഡയറി സയൻസ്. ഇത് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഇത് ഒരുപക്ഷെ പൊതുവിൽ വിദ്യാർത്ഥികൾക്ക്, ഈ പരീക്ഷ എഴുതുന്ന കാൻഡിഡേറ്റ്സിന്, ഉദ്യോഗാർത്ഥികൾക്ക് വലിയ പരിചയം ഉണ്ടാകണം എന്നില്ല. അവസാന പരീക്ഷയുടെ ചോദ്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 16 മാർക്ക് വീതമാണ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ്, ഡയറി സയൻസ് എന്നിവയിൽ നിന്ന് ചോദിച്ചിരിക്കും. ബാക്കി 10 മാർക്ക് വീതം ജനറൽ ഇംഗ്ലീഷിൽ നിന്നും IT ആൻഡ് സൈബർ ലോസിൽ നിന്നും ചോദിക്കുന്നു. അങ്ങനെ 100 മാർക്കാണ് ചോദ്യങ്ങൾ വരിക. ഇതില് ഡയറി സയൻസിനെ കുറിച്ചാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഡയറി സയൻസ് എന്ന് പറയുന്നത് മിൽക്ക് അല്ലെങ്കിൽ പാലിനെ കുറിച്ചുള്ള എന്ന് പറയുമ്പോൾ ആ പാലുൽപാദനം, മിൽക്ക് പ്രൊഡക്ഷൻ, അതിൻ്റെ ബയോളജിക്കൽ ആയിട്ടുള്ള അതുപോലെ തന്നെ കെമിക്കൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ്, തത്വങ്ങൾ എന്തിനു വേണ്ടിയിട്ടുള്ളത്? അതായത് ഡയറി ആനിമൽസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ സാധാരണ കൗ, ബഫല്ലോ തുടങ്ങിയവയാണ്, ഗോട്ട്, ഇങ്ങനെയുള്ള ആനിമൽസിനെയാണ് നമ്മൾ ഡയറി ആനിമൽസ് എന്ന് പൊതുവെ പറയുന്നത്. പ്രധാനമായിട്ടും നമ്മൾ ഇന്ത്യ പോലുള്ള രാജ്യത്ത് കൂടുതലായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മൾ പാലിന് വേണ്ടി വളർത്തുന്ന മൃഗങ്ങൾ എന്ന് പറയുന്നത് കൗ ആൻഡ് ബഫല്ലോ ആണ്. അപ്പോൾ ഈ ആനിമൽസിന്റെ മാനേജ്മെന്റ്, എങ്ങനെ ഇതിനെ പരിപാലിച്ച് വളർത്താം, എങ്ങനെ ഇതിൽ നിന്ന് പാലുൽപാദനം നടത്താം, അതുപോലെ തന്നെ ആ ഉൽപ്പന്നങ്ങൾ, പാലെന്ന് പറയുന്ന ആ ഉൽപ്പന്നത്തിൽ നിന്ന് പിന്നീട് ഉണ്ടാക്കാവുന്ന വിവിധങ്ങളായിട്ടുള്ള മറ്റുൽപ്പന്നങ്ങൾ, ഡയറി പ്രോഡക്ട്സ് എന്ന് നമ്മൾ പറയും. അപ്പൊ ഇതിൻ്റെ എല്ലാം പ്രതിപാദിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഡയറി സയൻസ് എന്ന് പറയുന്നത്. നൗ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ടോപ്പിക്സ് ആണ് ഇതിൽ
മുൻകാല പരീക്ഷയുടെ ചോദ്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പറയുന്ന ഡയറി സയൻസിലുള്ള ഈ പറയുന്ന ടോപ്പിക്കുകളാണ് മുഖ്യമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് മുൻകാല പരീക്ഷകൾക്ക് ചോദിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പരീക്ഷ നന്നായി കൈകാര്യം ചെയ്യാൻ പറ്റൂ. എന്തൊക്കെയാണ് ഇതിൽ ചോദ്യങ്ങൾ വരുന്നത് എന്ന് ചോദിച്ചാൽ, ഏത് ഏരിയ, ഏത് ടോപ്പിക്സുകളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് പ്രാഥമികമായിട്ട് നമ്മളൊരു ഇൻഫർമേഷൻ, പ്രൈമറി ഇൻഫർമേഷൻ, ജനറലായിട്ട് ഉള്ള ഒരു ജനറൽ ഇൻഫർമേഷൻ ഈ ഡയറി ഫീൽഡിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം, ഡയറി സെക്ടറിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൽ തന്നെ ലോകത്തിൽ എങ്ങനെയാണ് ഈ ഡയറി സെക്ടർ ഇന്ന് നിലകൊള്ളുന്നതെന്നും, പ്രത്യേകിച്ചും ഡയറി സെക്ടർ ഇൻ ഇന്ത്യ, ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ടു ബി സ്റ്റഡി. ഡയറി സെക്ടർ ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ഡയറി സെക്ടർ നിങ്ങൾക്കറിയാം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം എന്ന് പറയുന്നത്, ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് മിൽക്ക് ഇൻ ദ വേൾഡ് ഈസ് അവർ കൺട്രി, ദാറ്റ് ഈസ് ഇന്ത്യ. അപ്പോൾ അതിൽ തന്നെ ഈ ഡയറി സെക്ടർ, ഈ മേഖലയുടെ പ്രാധാന്യം എന്താണ് എന്നുള്ളതും, ഈ മേഖലയുടെ ഇന്നത്തെ സ്ഥിതിവിശേഷം എന്താണെന്നുള്ളതും, ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന അനിമൽസിൻ്റെ കാര്യങ്ങൾ, സെൻസസ്, ലൈഫ് സ്റ്റോക്ക് സെൻസസ്, കാറ്റിൽ സെൻസസ്, ഇതെല്ലാം ഇന്ത്യയുടെ സ്ഥിതിവിശേഷം എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഇന്ത്യൻ ഡയറി സെക്ടറിനെ കുറിച്ച് ആണ് ആദ്യമായി അറിഞ്ഞിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ കേരളത്തിലെ സ്ഥിതിവിശേഷം എന്താണ്, ഡയറി സെക്ടർ കേരളത്തിൽ എത്രമാത്രം നമ്മൾ പാൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, എത്രമാത്രം അനിമൽസ് ഇതിൽ നമ്മൾ വളർത്തുന്നുണ്ട്, എന്താണ് നമ്മുടെ എത്രാമത്തെ സ്ഥാനം നമുക്കുണ്ട് ഈ ഡയറി പ്രൊഡക്ഷനിൽ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൽ നിന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഡയറി മേഖലയിൽ ഏറ്റവും ശക്തമായൊരു സാന്നിധ്യം എന്ന് പറയുന്നത് കോഓപ്പറേറ്റീവ് സെക്ടറാണ്, അതായത് സഹകരണ മേഖലയാണ്. സഹകരണ മേഖലയിലുള്ള പ്രാഥമിക ക്ഷീര സഹകരണ സംഘങ്ങൾ, പ്രൈമറി ഡയറി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ലെവലായിട്ടുള്ള റീജിയണൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, അതുപോലെ തന്നെ അപ്പെക്സ് ബോഡി, കേരളത്തിലാണെന്നുണ്ടെങ്കിൽ കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ എന്ന് പറയുന്ന KCMMF, ദാറ്റ് ഈസ് മിൽമ, ഇത് ഒക്കെ ഡയറി കോഓപ്പറേറ്റീവ് സെക്ടറിൽ വരുന്ന ഓർഗനൈസേഷൻസ് ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്ന ഡബിൾ വിപ്ലവം, അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഇത്തരം കാര്യങ്ങളെല്ലാം വിശദമായി ഈ ഭാഗത്ത് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുന്നു. അടുത്തത്, ഇത് ജനറലായിട്ട് ഇത്രയും കാര്യങ്ങൾ അറിയുമ്പോൾ തന്നെ നമ്മൾ മിൽക്കിനെ കുറിച്ച് ആധികാരികമായിട്ട് എന്താണ് മിൽക്കിൻ്റെ ന്യൂട്രീഷണൽ ക്വാളിറ്റീസ്, ഇതിൽ എന്തൊക്കെ ഘടകങ്ങൾ നമ്മുടെ ന്യൂട്രീഷന് വേണ്ടിയിട്ടുള്ളതുണ്ട്, പോഷക സമ്പുഷ്ടത മിൽക്കിൻ്റെ എന്താണ്, എന്തൊക്കെ ഫാക്ടേഴ്സാണ് അതിൽ അടങ്ങിയിരിക്കുന്ന, ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിൻ്റെയും പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, വിറ്റാമിൻസ്, മിനറൽസ്, ഇങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻസ്, അതിൻ്റെ ന്യൂട്രീഷണൽ ക്വാളിറ്റീസ് നമ്മൾ പറയും. എന്തൊക്കെ പ്രയോജനങ്ങളുണ്ട് മിൽക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അത് നമ്മൾ അറിഞ്ഞു. നൗ അടുത്ത, ശരിക്കും നമ്മൾ രണ്ട് ഭാഗങ്ങളായിട്ട് ഈ ഡയറി സയൻസിൻ്റെ ആ ടോപ്പിക്സ് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ, ഒന്ന് സയൻസും ഡയറി സയൻസും അതിൻ്റെ കീഴിൽ വരുന്ന ഡയറി ടെക്നോളജിയുമാണ് നമുക്ക് മുഖ്യമായിട്ടും പഠിക്കാനുള്ളത് എന്ന് വേണമെങ്കിൽ ചുരുക്കത്തിൽ പറയാം. സോ ദീസ് ആർ ദ ടു തിങ്സ് ടു ബി സ്റ്റഡി. വൺ ഈസ് ഡയറി സയൻസ് എന്ന് ജനറലായിട്ട് പറയുന്നതിൽ അതിൽ വരുന്ന ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് അനിമൽ ഹസ്ബൻഡറി ആണ്. അനിമൽ ഹസ്ബൻഡറിയിൽ നമ്മൾ നമ്മുടെ അനിമൽസിൻ്റെ, ഡയറി ആനിമൽസിൻ്റെ മാനേജ്മെൻറ്റ്, അതിൻ്റെ ഹൗസിങ്, എങ്ങനെയാണ് ഇതിനെ വളർത്തുന്നത്, റിയറിങ് എങ്ങനെയാണ്, അതിൻ്റെ ന്യൂട്രീഷണൽ ആയിട്ടുള്ള കാര്യം, ഫീഡിങ്, ഇത്തരം കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രീഡിങ് ആസ്പെക്റ്റുകൾ, ഇതെല്ലാം
നമ്മൾ പൊതുവെ പറഞ്ഞാൽ ഈ അനിമൽ ഹസ്ബൻഡറിയുമായി ബന്ധപ്പെട്ട് പഠിക്കും. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് വിശദമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ട ചില ടോപ്പിക്സ് എന്ന് പറയുന്നത് കാറ്റിൽ, അതുപോലെ തന്നെ ബഫല്ലോ, ഇതിൻ്റെ ബ്രീഡുകളെ കുറിച്ച് മനസ്സിലാക്കുകയാണ്. കഴിഞ്ഞ പരീക്ഷകളിലെല്ലാം DFIയുടെ പരീക്ഷകളിലെല്ലാം ചോദിച്ചിട്ടുണ്ട് ബ്രീഡുകളെ കുറിച്ച്. ഏതെങ്കിലും ബ്രീഡുകൾ അതിനെക്കുറിച്ച് ചോദിക്കാറുണ്ട്. അതൊരു സ്ഥിരമായിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കന്നുകാലികളുടെയും അതുപോലെ തന്നെ എരുമയുടെയും കാറ്റിൽ ആൻഡ് ബഫല്ലോ ഇതിൻ്റെ ബ്രീഡ്സ് നമ്മൾ അറിഞ്ഞിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും മുഖ്യമായിട്ടും ഇത് രണ്ടുമാണ് ശരിക്കും പറഞ്ഞാൽ മിൽക്ക് പ്രൊഡക്ഷൻ്റെ ഇതായിട്ടുള്ള മുഖ്യമായിട്ടുള്ള രണ്ട് അനിമൽസ് എന്ന് പറയും. അപ്പോൾ അവയുടെ മാനേജ്മെന്റ് എങ്ങനെയാണ് ഇതിനെ വളർത്തുന്നത്? അപ്പോൾ അത് ഒരു കാഫ് മുതൽ ഒരു കൗ വരെ ഉള്ള കൗവിൻ്റെ മെയിൻ്റെനൻസ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൻ്റെ മെയിൻ പോയിന്റ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ദാറ്റ് ഈസ് കാറ്റിൽ ആൻഡ് ബഫല്ലോ മാനേജ്മെന്റ് അറിഞ്ഞിരിക്കണം. മുഖ്യമായിട്ടും വേറൊരു ഇതിൽ വരുന്ന ഒരു പ്രധാന ടോപ്പിക്കാണ് ഫീഡ്സ് ആൻഡ് ഫീഡിങ്. എന്തൊക്കെ തീറ്റകളാണ്, ഫീഡ്സ് ആണ് ഇതിനുള്ളത്, എങ്ങനെയാണ് അത് ഫീഡ് ചെയ്യുന്നത്, വാട്ട് ആർ ദി സയന്റിഫിക് മെത്തേഡ്സ് ഓഫ് ഫീഡിങ് കാറ്റിൽ, അതറിഞ്ഞിരിക്കണം. അനിമൽ ബ്രീഡിങ്, അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തെ പോലെ ഒരു സംസ്ഥാനത്ത് കൂടുതലും ഹൈബ്രിഡ് ആയിട്ടുള്ള ഇനങ്ങളാണ്, സങ്കര ഇനങ്ങളാണ് നമ്മൾ വളർത്തുന്നത്. മനസ്സിലായി? അതായത് ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ, അതുപോലെ ജെഴ്സി പോലെയുള്ള സങ്കര ഇനങ്ങളാണ്, ഇവയുടെയൊക്കെ സങ്കര ഇനങ്ങളാണ് നമ്മൾ വളർത്തുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്ത് ബ്രീഡിങ് ടെക്നിക്കാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്, അത് നമ്മൾ അറിഞ്ഞിരിക്കണം, അതിൻ്റെ ടെക്നിക്കുകൾ. ദെൻ ഇത്രയും കാര്യങ്ങൾ മുഖ്യമായിട്ടും ഈ അനിമൽ ഹസ്ബൻഡറി അല്ലെങ്കിൽ ഡയറി സയൻസിൽ മുഖ്യമായിട്ട് അതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളാണ്. അത് കഴിഞ്ഞാൽ അടുത്ത ഭാഗം എന്ന് പറയുന്നതാണ് നമ്മുടെ ഡയറി ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡയറി ടെക്നോളജിയിലാണെന്നുണ്ടെങ്കിൽ അതിൽ മിൽക്കിനെ കുറിച്ച് ആധികാരികമായിട്ട് നമ്മൾ അറിഞ്ഞു. എന്താണ്, വാട്ട് ഈസ് മിൽക്ക്, എന്താണ് അതിലെ, വാട്ട് ആർ ആൾ ദി മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്, ഉൽപ്പന്നങ്ങൾ, പാലുൽപ്പന്നങ്ങളും ഏതൊക്കെയാണ്, അതിൻ്റെ നിർമ്മാണ പ്രക്രിയകൾ എന്താണ് ഇതിൻ്റെ പ്രാധാന്യം. അപ്പോൾ മിൽക്കിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക, മിൽക്ക് പ്രോഡക്റ്റുകളെ കുറിച്ച് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് മിൽക്ക്, മിൽക്കിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെ ഘടകങ്ങളാണ് അതിനകത്തുള്ളത്. നൗ ഈ ഘടകങ്ങൾ അല്ലെങ്കിൽ മിൽക്കിൻ്റെ ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ഇതിൻ്റെ ഭൗതികമായിട്ടുള്ള അതുപോലെ തന്നെ രാസികമായിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്, പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അത് നമ്മൾ അറിഞ്ഞിരിക്കും. അതൊക്കെ എക്സാമിനേഷന് ചോദിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മിൽക്ക് ശേഖരിച്ചു കഴിഞ്ഞാൽ, കറന്നെടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ഇത് ഡയറിയിൽ എത്തിക്കുന്നത് എന്നുള്ള കാര്യം, മിൽക്ക് കളക്ഷൻ സിസ്റ്റംസ്, ആ പ്രൊക്യൂർമെന്റ് എങ്ങനെയാണ് മിൽക്ക് പ്രൊക്യൂർ ചെയ്യുന്നത്, അതിൻ്റെ സോഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ നിന്ന് എങ്ങനെയാണ് ഈ മിൽക്ക് എത്തിക്കുന്നത്, ആ കാര്യം നമ്മൾ അറിഞ്ഞിരിക്കും. അതുപോലെ തന്നെ മിൽക്ക് ടെസ്റ്റിംഗ് എങ്ങനെയാണ് മിൽക്ക് ടെസ്റ്റ് ചെയ്യുന്നത്, അത് കാരണം പാല് എപ്പോഴും ടെസ്റ്റ് ചെയ്തിട്ടാണ് വില കൊടുക്കുന്നത്. അതുകൊണ്ട് മിൽക്ക് ടെസ്റ്റിങ്ങിൽ വളരെ പ്രാധാന്യമുണ്ട്. മിൽക്കിൽ പ്രധാനമായിട്ടും നമ്മുടെ രാജ്യത്ത് മിൽക്ക് പ്രധാനമായിട്ടും വില കൊടുക്കുന്നതെന്ന് പറയുന്നത് അതിലടങ്ങിയിരിക്കുന്ന ഫാറ്റും കൊഴുപ്പും SNF എന്ന് പറയുന്നത് ഖരപദാർത്ഥങ്ങളോട് ചേർത്ത്, ഫാറ്റ് ഒഴികെയുള്ള ഖരപദാർത്ഥങ്ങളും, ഇത് രണ്ടും കണക്കിലെടുത്താണ് വില കൊടുക്കുന്നത്. അപ്പൊ അതെങ്ങനെയാണ്, പ്രൈസിങ് എങ്ങനെയാണ്, അപ്പൊ അതാണ് ടെസ്റ്റിങ്ങിന്റെ പ്രാധാന്യം. നൗ അത് കഴിഞ്ഞിട്ട് ഈ ഡയറിയിൽ എത്തുന്ന പാല് പ്രോസസ്സിങ് ചെയ്യുന്ന സ്ഥലമാണ് ഡയറി എന്ന് പറയുന്നത്. അപ്പൊ പാല് പ്രോസസ്സ് ചെയ്തിട്ട് ആ പ്രോസസ്സിങ്ങിന് അവിടെ എത്തുമ്പോഴത്തേക്ക് അവിടെ നടക്കുന്ന കോമൺ ആയിട്ടുള്ള ഡയറി ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്, ദാറ്റ് വി ഹാവ് ടു സ്റ്റഡി, അതറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ അവിടെ നടക്കുന്ന അത്തരം ഓപ്പറേഷനുകളിൽ പ്രധാനമായിട്ടും നമ്മൾ ഫാറ്റിനെയൊക്കെ വേർതിരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയാണ് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്. സെൻട്രിഫ്യൂജ് ഉപയോഗിച്ചിട്ട് ഫാറ്റിനെയൊക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കും.
അപ്പോൾ സെൻട്രിഫ്യൂഗേഷൻ ക്രീമായിട്ടൊക്കെ സെപ്പറേറ്റ് ചെയ്തു. അപ്പോൾ അത് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇന്ന് വിപണിയിൽ പല തരത്തിലുള്ള സ്റ്റാൻഡേർഡ്സ് ഉള്ള പാല് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണത് ഉണ്ടാക്കുന്നത്, എന്താണ് അതിൻ്റെ ക്വാളിറ്റി, സ്റ്റാൻഡേർഡ്സ് എങ്ങനെയാണ്? അപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യപ്രകാരം നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അനുസരിച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന പാൽ ഇനങ്ങൾ, പാലിൻ്റെ ക്ലാസ്സുകൾ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് സ്റ്റാൻഡർഡൈസേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ പാസ്ചറൈസേഷൻ, മിൽക്ക് എപ്പോഴും സുരക്ഷിതമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിന് അതിൽ നിന്നുള്ള പാത്തോജൻസിനെ, മുഖ്യമായിട്ടും TBക്ക് കാരണമായിട്ടുള്ള ട്യൂബർക്കിൾ മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് എന്ന് പറയുന്ന ബാക്ടീരിയത്തെയും അതുപോലെ തന്നെ കോക്സിയല്ല ബർണറ്റി എന്ന് പറയുന്ന മറ്റൊരു മൈക്രോ ഓർഗാനിസത്തിനെയും നശിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന പ്രോസസ്സാണ് ശരിക്കും പറഞ്ഞാൽ പാസ്ചറൈസേഷൻ. ഏതൊക്കെ തരത്തിലുള്ള പാസ്ചറൈസേഷൻ ഉണ്ട്, എന്തിനാണ് പാസ്ചറൈസ് ചെയ്യുന്നത്, ഈ കാര്യങ്ങൾ നമ്മൾ അവിടെ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ വലിയ കണികകളാണ് പാലിലുള്ള ഫാറ്റ് ഗ്ലോബ്യൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫാറ്റ് ഗ്ലോബ്യൂൾസിനെ ചെറിയ ചെറിയ ചില ഉദ്ദേശങ്ങൾ, ചില ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ചെറിയ ഘടകങ്ങളാക്കി മാറ്റും. അതിനെയാണ് നമ്മൾ ഹോമോജനൈസേഷൻ എന്ന് പറയുന്നത്. ഹോമോജനൈസേഷൻ അത് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഡയറിയും പ്ലാന്റും ഇതെല്ലാം വളരെ ശുചീകരിച്ച് വേണം നമ്മൾ നിലനിർത്താനുള്ളത്, ഉപകരണങ്ങളുമെല്ലാം. അപ്പോൾ അവിടെ നമ്മൾ സാനിറ്റൈസേഷൻ എന്ന് പറയുന്ന കാര്യം തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇതിൽ ചേർക്കുന്ന ചില മായം കലർത്തുന്ന വസ്തുക്കൾ സാധാരണ ഉണ്ട്. അതിനു വേണ്ടി അത് അഡൾട്രൻസ്, അതൊക്കെ എന്തൊക്കെയാണ്. അതുപോലെ തന്നെ ശുദ്ധമായ പാല്, നല്ല ക്ലീൻ മിൽക്ക് ഉത്പാദിപ്പിക്കുന്നതിന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ CMP എന്ന് പറയും. അതുപോലെ തന്നെ ഡയറി മൈക്രോബയോളജി, അതായത് ഏതൊക്കെ ഘടകങ്ങളാണ് പാലിന് ദോഷം ചെയ്യുന്നത്, പാലിനെ കേടുവരുത്തുന്നത്, പാലിന് സ്പോയിലേജ് ഉണ്ടാക്കുന്നത്, അത് ഡയറി മൈക്രോബയോളജിയിൽ നമ്മൾ പഠിക്കും. ഏതൊക്കെയാണ് പാലിനെ ബാധിക്കുന്ന മൈക്രോബ്സ്, അത് നമ്മൾ പത്തോജൻസ് അടക്കമാണ്, ഏതൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നൗ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്, നമ്മൾ കളക്ട് ചെയ്യുന്ന പാല് അത് ശേഖരിച്ച് അവസാനം നമുക്ക് ഫ്ലൂയിഡ് മിൽക്ക് എന്ന് പറയുന്ന കവറിൽ പാക്ക് ചെയ്താണ് വരുന്നത്. മിൽക്കായിരുന്നാലും മിൽക്കിൻ്റെ പ്രോഡക്റ്റുകളായിരുന്നാലും പാക്കേജിങ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ ക്വാളിറ്റി അഷ്വറൻസ്, ഗുണനിലവാരം നിഷ്കർഷിക്കുന്നുണ്ട് നിയമപ്രകാരം. അപ്പോൾ ആ ഗുണനിലവാരം പരിപാലിക്കുന്നതിന് ചില കാര്യങ്ങൾ നമ്മൾ മിൽക്ക് പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് അറിഞ്ഞിരിക്കും. അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് ക്വാളിറ്റി അഷ്വറൻസ് ഇൻ മിൽക്ക് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇനി മിൽക്ക് വളരെ സുരക്ഷിതമായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് പല റെഗുലേറ്ററി മെഷേഴ്സും സേഫ്റ്റി മെഷേഴ്സും ഉണ്ട്. അതിനുള്ള പല ആസ്പെക്റ്റുകൾ നമ്മൾ അറിഞ്ഞിരിക്കും. അതിനുള്ള ചില ഓർഗനൈസേഷൻസ് ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ്, അത്തരം കാര്യങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഏരിയയാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006 നിലവിൽ വന്ന ഈ നിയമപ്രകാരമാണ് ശരിക്കും പറഞ്ഞാൽ മിൽക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം, അതിൻ്റെ സേഫ്റ്റിയും സ്റ്റാൻഡേർഡ്സും ഒക്കെ പറയുന്നത് ഈ ആക്ടിലും 2011 നിലവിൽ വന്ന, അതിനുശേഷം 2017 വീണ്ടും അമെൻമെന്റ് ചെയ്ത റൂൾസ് ഉണ്ട്. ഈ റൂൾസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം പ്രതിപാദിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ നമ്മുടെ ഡയറി സെക്ടറിനെ പറ്റി, ഡയറി സയൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഇത്രയും കാര്യങ്ങളോളം ഏകദേശം നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ ഈ പരീക്ഷയെ നന്നായിട്ട് നമുക്ക് അഭിമുഖീകരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി പഠിച്ച് മനസ്സിലാക്കുക. അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ സജ്ജമാകുക. ഈ കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും നല്ല ഭംഗിയായിട്ട് അറിഞ്ഞ് വേണം പരീക്ഷയ്ക്ക് നിങ്ങൾ പോകാനായിട്ട്. താങ്ക് യു വെരി മച്ച്.